മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എസെക്കിയേലിന്റെ പുസ്തകം 30-ാം അധ്യായം. ഈജിപ്തിനു ശിക്ഷ. കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിലവിളിക്കുക. അതാ ദുരിതത്തിന്റെ ദിവസം അടുത്തു. കർത്താവിന്റെ ദിനം സമാഗതമായി. അത് കാർ മൂടിയ ദിവസമായിരിക്കും. ജനതകളുടെ നാശമുഹൂർത്തമാണത്. ഈജിപ്തിന്റെ മേൽ വാൾ പതിക്കും. എത്യോപ്യ കഠിന വേദനയാൽ പുളയും. ഈജിപ്തിൽ ജനം നിഹനിക്കപ്പെടുകയും ധനം അപഹരിക്കപ്പെടുകയും അവളുടെ അടിസ്ഥാനം തകർക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ എത്യോപ്യ, പുത്ത്, ലൂദ്, അറേബ്യ, ലിബിയ എന്നിവയും സഖ്യദേശങ്ങളും അവരോടൊപ്പം വാളിനിരയാകും. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈജിപ്തിനെ പിന്താങ്ങുന്നവർ നിലം പതിക്കും. അവളുടെ ഉദ്ധത വീര്യം നശിക്കും. മിഗ്ദോൽ മുതൽ സെവേനെ വരെയുള്ളവർ വാളിനിരയാകും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിർജ്ജന രാജ്യങ്ങളുടെ മധ്യേ അവളും നിർജ്ജനമാകും. ശൂന്യ നഗരങ്ങളുടെ മധ്യേ അവളുടെ നഗരങ്ങളും ശൂന്യമാകും. ഈജിപ്തിനെ ഞാൻ അഗ്നിക്കിരയാക്കുകയും അവളുടെ സഹായകർ തകർക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അവർ അറിയും. അപകടഭീതിയില്ലാത്ത എത്യോപ്യ വരെ പരിഭ്രാന്തരാക്കാൻ ദൂതന്മാർ എൻ്റെ അടുത്ത് നിന്ന് കപ്പലുകളിൽ പുറപ്പെടും. ഈജിപ്തിന്റെ വിനാശകാലത്ത് അവർ പരിഭ്രാന്തരാകും. അതാ അത് വന്നു കഴിഞ്ഞു. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിന്റെ കരങ്ങളാൽ ഈജിപ്തിന്റെ സമ്പത്ത് ഞാൻ ഇല്ലാതാക്കും. ഈജിപ്ത് നശിപ്പിക്കപ്പെടേണ്ടതിന് അവനെയും അവന്റെ കൂടെയുള്ളവരെയും ജനതകളിൽ വച്ച് ഏറ്റവും ഭീകരന്മാരെ തന്നെ ഞാൻ കൊണ്ടുവരും. ഈജിപ്തിനെതിരെ അവർ വാളൂരും. മൃതശരീരങ്ങളാൽ ദേശം നിറയും. ഞാൻ നൈൽ വറ്റിച്ചു കളയും. നാട് ദുഷ്ടന്മാർക്ക് വിൽക്കും. വിദേശിയുടെ കരങ്ങളാൽ ആ ദേശവും അതിലുള്ള സമസ്തവും ഞാൻ ശൂന്യമാക്കും. കർത്താവായ ഞാനാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ വിഗ്രഹങ്ങൾ നശിപ്പിക്കും. മേംഫിസിലെ പ്രതിമകൾ ഉടച്ചു കളയും. ഈജിപ്തിൽ ഇനിമേൽ ഒരു രാജാവ് ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ ഞാൻ ഈജിപ്തിൽ ഭീതി ഉളവാക്കും. ഞാൻ പാത്രോസിനെ ശൂന്യമാക്കും. സോവാനെ അഗ്നിക്കിരയാക്കും. തേബേസിൽ ന്യായവിധി നടത്തും. ഈജിപ്തിന്റെ ശക്തിദുർഗമായ സിനിന്റെ മേൽ ഞാൻ ക്രോധം വർഷിക്കും. തേബേസിലെ ജനങ്ങളെ നിഗ്രഹിക്കും. ഈജിപ്തിനെ ഞാൻ അഗ്നിക്കിരയാക്കും. സിൻ തീവ്രവേദന അനുഭവിക്കും. തേബസ് പതിക്കപ്പെടും. അതിൻ്റെ കോട്ടകൾ തകർക്കപ്പെടും. ഓനിലെയും പിബേസത്തിലെയും യുവാക്കൾ വാളിനിരയാകും. ആ നഗരങ്ങൾ അടിമത്തത്തിൽ നിബന്ധിക്കും. നെഹേസിൽ വെച്ച് ഈജിപ്തിന്റെ ആധിപത്യം ഞാൻ തകർക്കുമ്പോൾ അവിടെ പകൽ ഇരുണ്ടുപോകും. അവളുടെ ശക്തി ഗർവം അവസാനിക്കും. അവളെ മേഘം മൂടും. അവളുടെ പുത്രിമാർ അടിമകളാകും. ഇപ്രകാരം ഈജിപ്തിൽ ഞാൻ ന്യായവിധി നടത്തും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. 11-ാം വർഷം 1-ാം മാസം 7-ാം ദിവസം കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ കരം ഞാൻ തകർത്തിരിക്കുന്നു. വാളെടുക്കാൻ വീണ്ടും ശക്തി ലഭിക്കത്തക്ക വിധം സുഖപ്പെടാൻ അത് വച്ചു കെട്ടിയിട്ടുമില്ല. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈജിപ്ത് രാജാവായ ഫറവോയ്ക്ക് ഞാൻ എതിരാണ്. അവന്റെ ബലിഷ്ഠമായ കരവും ഒടിഞ്ഞ കരവും രണ്ടും ഞാൻ ഒടിക്കും. അവന്റെ കയ്യിൽ നിന്ന് വാൾ താഴെ വീഴും. ഈജിപ്തുകാരെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ഞാൻ ചിതറിക്കും. ബാബിലോൺ രാജാവിന്റെ കരം ഞാൻ ശക്തമാക്കും. എൻ്റെ വാൾ അവൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കും. എന്നാൽ ഫറവോയുടെ കരങ്ങൾ ഞാൻ തകർക്കും. മാരകമായ മുറിവേറ്റവനെ പോലെ ഫറവോ അവൻ്റെ മുമ്പിൽ ഞരങ്ങും. ബാബിലോൺ രാജാവിൻ്റെ കരങ്ങൾ ഞാൻ ശക്തമാക്കും. എന്നാൽ ഫറവോയുടെ കൈകൾ തളർത്തും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. ബാബിലോൺ രാജാവിൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ വാൾ ഏൽപ്പിക്കുമ്പോൾ അവൻ അത് ഈജിപ്തിനെതിരെ ഉയർത്തും. ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ഈജിപ്തിനെ ഞാൻ ചിതറിക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് അവർ അറിയും.